മാപ്രകളെ കുപ്പിയും കോഴിക്കാലുമെന്ന് നമ്മൾ പരിഹസിക്കുമ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് അത് നിങ്ങൾക്ക് അവരോടുള്ള കെറിവിപ്പാണ്, ആ ജോലി കിട്ടാത്തതിൻ്റെ ഭാഗമാണ് എന്ന രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ സത്യം മാധ്യമപ്രവർത്തകരിൽ നിന്ന് തന്നെ കേട്ടാൽ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാവോ? എന്നാലൊന്ന് കേട്ടെ. ആനന്ദകുമാർ അതുകൊണ്ട് തന്നെ അയാളുമായി ബന്ധമുള്ള അയാൾക്ക് മുൻകാലങ്ങളിലൊക്കെ ബന്ധമുള്ള മാധ്യമപ്രവർത്തകരുടെ ചില ക്ലബ്ബുകളുമായൊക്കെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ളവയുമായി ഒക്കെ ഈ സായിഗ്രാമിന് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ആനന്ദകുമാറിന് ബന്ധപ്പെട്ട വിനോദ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന്റെ കാര്യത്തിലുമൊക്കെ നേരത്തെ ഇത്തരത്തിൽ സംശയങ്ങൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഇതുപോലെ ഈ മാധ്യമപ്രവർത്തകർക്ക് പകുതി വരെയൊക്കെ സ്കൂട്ടർ ലാപ്ടോപ്പും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പ്രധാനിയായി നിന്നത് ഇദ്ദേഹമായിരുന്നില്ലേ? തീർച്ചയായും എൻ രാധാകൃഷ്ണന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ അതിൽ കോട്ട് ചെയ്യേണ്ടത്. എൻ രാധാകൃഷ്ണൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞത്, ബിജെപി നേതാവ്, അദ്ദേഹം ഉപാധ്യക്ഷനാണ്, അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ഇതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമുക്കതിൽ വിശ്വാസ്യത വന്നു എന്നാണ്. അതായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു ധാരണാപത്രം ഉണ്ടാക്കുന്നു, ഈ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു, ഈ ധാരണാപത്രം നാട് നിങ്ങളെ കാണിക്കുന്നു, അതായത് മാധ്യമ സമൂഹം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെ അന്വേഷണം വേണം, ക്രൈംബ്രാഞ്ചിന്റെ പരിധിയിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ അടക്കം ഈ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ പ്രസ് ക്ലബിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ആനന്ദകുമാറുമായി സഹകരിച്ച് അവിടെ അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ പദ്ധതി വന്നപ്പോൾ, ഈ പകുതി വില സ്കൂട്ടർ പദ്ധതി വന്നപ്പോൾ തന്നെ പലരും ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇതിൽ അപകടമുണ്ട്, ഇതിൽ തലവെക്കരുത്. പക്ഷേ അന്ന് ഇപ്പോഴുള്ള ചില ഭാരവാഹികൾ അമിതാവേശത്തോടുകൂടി പോവുകയും മാധ്യമപ്രവർത്തകരുടെ പട്ടിക തന്നെ ഏതാണ്ട് 150 പേരുടെ പട്ടിക അവർ തന്നെ സ്വമേധയാ പ്രസിദ്ധീകരിക്കുകയും ഇതിന് അനൗപചാരികമായ ഉദ്ഘാടനം ഒരു കുടുംബമേളയുടെ സദസ്സിൽ വെച്ച് ലാപ്ടോപ്പ് നൽകിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുകയൊക്കെ ചെയ്തു. അവരെല്ലാം തന്നെ ഇപ്പോൾ ഇരുട്ടിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ പങ്ക് കൂടി പുറത്തു വരേണ്ടതുണ്ട്. കേട്ടോ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പാതിവില തട്ടിപ്പിൽ കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകർ, ഒപ്പം തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ കുപ്പിയും കോഴിക്കാലും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവർ തന്നെ തുറന്ന് സമ്മതിക്കുകയല്ലേ. അതിൽ ഒരു വിഭാഗം, നമ്മൾ സകലമാന മാധ്യമപ്രവർത്തകരും അങ്ങനെ എന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു വലിയ വിഭാഗം കുപ്പിയും കോഴിക്കാലിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതിനുവേണ്ടി ഈ നാട്ടിൽ ഏത് തരം തട്ടിപ്പ് വീരന്മാർക്കും ഒപ്പം ചേർന്ന് നിന്ന് അവർ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നുണ്ട്, കുഴലൂത്ത് നടത്തുന്നുണ്ടെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചെവിയാലെ കേട്ടില്ലേ, കണ്ണാലെ കണ്ടില്ലേ, അവർ തന്നെ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി അനന്തകൃഷ്ണനും ഈ നാട്ടിലെ ചില മാപ്രകളെ തീറ്റിപ്പോറ്റിയിരുന്നു. അവരിൽ നിന്ന് യഥേഷ്ടം വാങ്ങി വെച്ചതിന് ശേഷം അവർക്ക് വേണ്ടി തന്നെ ഈ നാട്ടിൽ വലിയ പബ്ലിസിറ്റി കൊടുത്തിരുന്നവരാണ് മാധ്യമങ്ങളെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഇത്രയേ ഞങ്ങളും പറഞ്ഞുള്ളൂ. ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ ഒരു അവസരമുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങോട്ടേക്ക് കേൾപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് ഇനി സംശയം വേണ്ടല്ലോ. അതായത് ഈ നാട്ടിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് എന്തും എഴുതിക്കാൻ പറ്റും എന്നുള്ള തലത്തിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വലിയ വാർത്താ തലക്കെട്ടുകളായി മാറുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതുപോലെ മാധ്യമപ്രവർത്തകരിൽ ചിലരെങ്കിലും സത്യം വിളിച്ച് പറയുമ്പോഴാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതികളെക്കുറിച്ചും ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കച്ചവടങ്ങളെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18-ലെ റിപ്പോർട്ടർ ഈ രീതിയിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അത് ഈ സമൂഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ അത് സാധൂകരിക്കാൻ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.